ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ദിവസം കൂടി യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. തിരുവചന ധ്യാനത്തിനായി നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തോട് ചേർത്ത്, ജീവിത അനുഭവങ്ങളോട് ചേർത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു വാക്യമാണിത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ തികഞ്ഞവനായി എന്ന് നിരൂപിക്കുന്നില്ല, എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഒരു കാലം വരെയും ദൈവത്തെ അറിയാതെ യഹൂദ മതത്തിനു വേണ്ടി, ന്യായപ്രമാണത്തിനു വേണ്ടി തീഷ്ണതയോടും വീറോടും കൂടി പ്രവർത്തിച്ച ഒരു കാലയളവുണ്ട്. അതാണ് അപ്പോസ്തലൻ പറയുന്നത് പിമ്പിലുള്ള കാലമെന്ന്, പഴയ കാലമെന്ന്. അതിനെ ദൈവത്തെ അറിയാതെ ജീവിച്ച കാലമെന്ന് നമുക്ക് പറയാം. യഥാർത്ഥ ദൈവം, സത്യദൈവം ആരാണെന്ന്, ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ ആരാധനയുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, ദൈവവേലയാണെന്നോർത്ത് പലതിനോടും ചേർന്ന് നിന്നിരുന്ന ഒരു കാലമുണ്ട്. അതിനെയാണ് അപ്പോസ്തലൻ പറയുന്നത് പിമ്പിലുള്ള കാലമെന്ന്, പഴയ കാലമെന്ന്. ഇപ്പോൾ പറയുകയാണ്, പിമ്പിലുള്ളത് ഞാൻ മറന്നു, പഴയത് ഞാൻ വിട്ടുകളഞ്ഞു. അങ്ങനെ ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം വിട്ട് പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പിമ്പിലുള്ളത് മറന്നു, പഴയത് വിട്ടു. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, പുതിയ ഒരു ഓട്ടക്കളത്തിൽ പുതിയതിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുകയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ പഴയതും പുതിയതുമായി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള കാലവും ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള കാലവും രണ്ടായിട്ട് വിഭാഗിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മോശ കൊട്ടാരത്തിൽ ദൈവത്തെ അറിയാതെ പ്രാകൃത മനുഷ്യനായി, ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവം ആരെന്നോ ഒന്നും അറിയാതെ ജീവിച്ച ഒരു 40 കൊല്ലം നാം കാണുന്നുണ്ട്. എന്നാൽ തുടർന്ന് മോശ ഒരു തീരുമാനമൊക്കെ എടുത്തുവെങ്കിലും യഥാർത്ഥമായ ഒരു ദൈവിക പാതയിലേക്ക് വരാൻ കഴിയാതെ, അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലേക്ക് എത്താൻ കഴിയാതെ തുടർന്ന് മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ 40 കൊല്ലം വിവാഹം കഴിച്ച് അമ്മായിയപ്പൻ്റെ ആടുകളെയെല്ലാം നോക്കി നിരാശയോടെ നടന്ന ഒരു കാലയളവുണ്ട്. എന്നാൽ 3-ാമത്തെ കാലയളവ് മോശയുടെ ജീവിതത്തിൽ നാം പഠിക്കുമ്പോൾ 40 കൊല്ലം ഒടുവിലത്തെ ആയുഷ്കാലത്തിൽ 120 വയസ്സുള്ള മോശ 40 കൊല്ലം കൊട്ടാരത്തിൽ വളർന്നു, 40 കൊല്ലം അമ്മായിയപ്പനോട് കൂടെ ആട് നോക്കി ജീവിച്ചു, ഭാര്യയോടുകൂടെ. എന്നാൽ അവസാനത്തെ 40 കൊല്ലം ദൈവകരങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച ഒരത്ഭുത മനുഷ്യനായി തീർന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, പിമ്പിലുള്ളത് പഴയത് ഞാൻ മറന്നു, അതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. ഇന്ന് ഞാൻ പുതിയൊരു ഓട്ടത്തിലേക്ക്, ഞാൻ പുതിയൊരു ലക്ഷ്യത്തിലേക്ക്, പുതിയൊരു ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുന്ന നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ, എൻ്റെ പാപജീവിതത്തിൽ ജീവിച്ച കാലങ്ങൾ, യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ അറിയാതെ ജീവിച്ച കാലങ്ങൾ, പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും സഭയോടും പ്രിയപ്പെട്ടവരെ അതിനോടെല്ലാം ചേർന്ന് ആരാധനയുണ്ട്, നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്, തീർത്ഥാടനങ്ങളുണ്ട്, പുണ്യപ്രവൃത്തികളുണ്ട്. എന്നാൽ ആത്മാവിലൊരു സന്തോഷമില്ലാതിരുന്ന, ആത്മീയ ജീവിതം എന്തെന്നറിയാതെ ജീവിച്ച ഒരു പഴയകാലം എനിക്കുണ്ടായിരുന്നു. കോപത്തിനും അശുദ്ധിക്കും മദ്യപാനത്തിനും ഈ ലോക ജഡീക സുഖങ്ങൾക്കുമെല്ലാം അടിമയായി ലോകത്തിൻ്റെ ദാസനായി ജീവിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനും ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും ആ പഴയതിനോട് യാത്ര പറയുവാനും ഇന്നെനിക്ക് ധൈര്യമായി പറയാൻ കഴിഞ്ഞാൽ പഴയത് വിട്ട് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് ഞാൻ യേശുക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുവാനുള്ള ഒരു ഹൃദയപ്രാഗൽഭ്യം നമുക്കുണ്ടോ? ദൈവമക്കളെ, നാം ചിന്തിച്ചു നോക്കണം. പഴയത് വിട്ടു എന്ന് പറയാൻ, പഴയത് കഴിഞ്ഞു എന്ന് പറയാൻ അപ്പോസ്തലനായ പൗലോസ് പറയും, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു,
പഴയത് കഴിഞ്ഞുപോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും പഴയത് വിട്ട് പുതിയതിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്? പഴയ ലക്ഷ്യമല്ല, ഇന്ന് എൻ്റെ ലക്ഷ്യം മാറിയെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയൊരു പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് യഹൂദ സഭയ്ക്ക് വേണ്ടി, ന്യായപ്രമാണത്തിന് വേണ്ടി വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. ന്യായപ്രമാണമെല്ലാം അച്ചട്ടായിട്ട് പഠിച്ച വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, ശൗലായിരുന്ന ആ വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് ഏതാണ്ട് 250 കിലോമീറ്റർ ദൂരമുണ്ട്. ദൈവമക്കളെ, എത്രമാത്രം ആ യഹൂദ മതത്തോടുള്ള തീക്ഷ്ണത, ന്യായപ്രമാണത്തോടുള്ള തീക്ഷ്ണത ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലുണ്ടെന്ന് നാം ചിന്തിച്ചു നോക്കണം. ഇന്നുള്ളതുപോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമുള്ള ഒരു കാലയളവല്ല. എത്ര ത്യാഗം സഹിച്ച് എത്ര ദിവസമെടുത്താണ് ആ 250 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടായാലും ന്യായപ്രമാണത്തിനെതിരായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് ന്യായപ്രമാണപ്രകാരം അവനെ ന്യായം വിധിക്കണമെന്നുള്ള ആ വ്യഗ്രതയോടെ യാത്ര ചെയ്ത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവമക്കളെ, ഇന്ന് 1 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ, നടക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അനേകർക്കും ഇന്ന് വാഹന സൗകര്യമില്ല, അല്ലെങ്കിൽ യാത്രാ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്ന് ദൈവികമായ ആത്മീയമായ തീക്ഷ്ണതയില്ലാത്തതുകൊണ്ട് പല ഒഴിവൊഴിവ് പറയുന്ന ഒരു കാലയളവിലാണ് നീ ജീവിക്കുന്നത്. എന്നാൽ ശൗല് തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന മക്കളെ ബന്ധിക്കുവാൻ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നല്ല അധികാരമുണ്ട്, അധികാരപത്രമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, അദ്ദേഹത്തിന് അകമ്പടിയായി അദ്ദേഹത്തിൻ്റെ കൂട്ട് സഹോദരന്മാരുണ്ട്. എന്നാൽ ആ യാത്രാമധ്യത്തിൽ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദമസ്കോസിൻ്റെ പടിവാതിലോളം എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നട്ടുച്ച സൂര്യനെ വെല്ലുന്ന അതിശക്തിയേറിയ ഒരു പ്രകാശം ശൗലിൻ്റെ മേല് വെട്ടിമിന്നുന്നതായിട്ട് വായിക്കാം നമുക്ക്. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അന്നുവരെ ദൈവശബ്ദം കേട്ടിട്ടില്ലാത്ത, ദൈവം ആരെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആ അഹങ്കാരത്തോടെ, ഉന്നതഭാവത്തോടെ, അധികാരത്തോടെ യാത്ര ചെയ്ത ആ ശൗല് ആ വലിയൊരു പ്രകാശത്തിൻ്റെ ആ അത്യുഗ്രത കൊണ്ട് ശൗല് കണ്ണ് കാണാത്തവനായി. ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ്. എന്ത്? ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ സ്വർഗീയമായ ശബ്ദം കേട്ട് ശൗല് ആ നടുറോഡിൽ വീണു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ശൗല് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. ശൗലിന് മനസ്സിലായി, ഒരുപക്ഷെ ഇത് കർത്താവായിരിക്കും, അല്ലെങ്കിൽ ദൈവശബ്ദമായിരിക്കും എന്ന്. കാരണം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ശൗലിന് സമ്മതമായിരുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കല്ലെറിഞ്ഞു കൊന്നവരുടെ വസ്ത്രസൂക്ഷിപ്പുകാരനായി ശൗൽ അവിടെ ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ശൗലിൻ്റെ ഹൃദയത്തിൽ ഒരു ചഞ്ചലിപ്പ്, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്ത്? കല്ലേറുകൊണ്ട് പിടയുന്ന, മരണത്തോട് മല്ലടിക്കുന്ന, അസ്ഥികൾ ഒടിഞ്ഞു തൂങ്ങുന്ന, ശരീരം കല്ലുകൊണ്ട് ചിതറി വീഴുന്ന ആ മരണപ്രാളത്തിൻ്റെ അരികിലും അതിൻ്റെ നടുവിലും സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ, ഈ പാപം ഇവർക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ആ പ്രാർത്ഥന ശൗലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കാണാം. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ചുള്ള ചിന്തയും എപ്പോഴും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ശൗല് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഈ കൂട്ടായ്മയിൽ വന്ന് അനേക നാളുകൾ വചനം കേട്ട ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു യൗവനക്കാരനായപ്പോൾ കൂട്ടായ്മയെല്ലാം വിട്ട് എൻ്റെ മാതാപിതാക്കളെയൊക്കെ വെറുത്ത് ഈ ലോകത്തിൻ്റെ ഒരു ദാസനായി ജീവിച്ചൊരു കാലമുണ്ട്. ദൈവമക്കളെ, ഈ കാലങ്ങളിലൊക്കെ
ഞാൻ പിന്നെയും യേശുക്രിസ്തുവിൻ്റെ വേലയോടും ക്രിസ്തീയ വേലകളോടും മാനസാന്തര ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ തിരിച്ചറിയാറും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? എനിക്കൊരിക്കലും ഇഷ്ടമായിരുന്നില്ല ഈ കൂട്ടായ്മ, ഈ ആത്മീയ ശുശ്രൂഷകളോടൊന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ദൈവമക്കളെ, എത്രയോ നീണ്ട വർഷങ്ങൾ ഈ കൂട്ടായ്മയെക്കുറിച്ചും അന്ന് ഞാൻ കേട്ട ദൈവമക്കളിൽ നിന്ന് കേട്ട വചനങ്ങളെക്കുറിച്ചും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെക്കുറിച്ചും ആ ചിന്തകൾ എന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു പുഴുക്കുത്തു പോലെയുണ്ടായിരുന്നു. അതെനിക്ക് സന്തോഷമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എത്രയോ വർഷങ്ങൾ ആ കൂട്ടായ്മയെക്കുറിച്ചും ദൈവവേലയെക്കുറിച്ചും ഞാൻ കേട്ട പല വചനങ്ങളെക്കുറിച്ചുമുള്ള ആ ചിന്തകൾ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതെ നിന്ന കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ശൗലിൻ്റെ ഹൃദയത്തിൽ സ്തെഫാനോസിൻ്റെ മരണവും ആ അന്ത്യ നിമിഷവുമെല്ലാം അവൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു, നീ ആരാകുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യേശു അവനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ യഹൂദ സഭയ്ക്ക് വേണ്ടി നടന്നെങ്കിലും ന്യായപ്രമാണത്തിന് വേണ്ടി നിന്നെങ്കിലും അന്നുവരെയും ഒരു ദൈവശബ്ദം അവൻ കേട്ടിട്ടില്ല. യഥാർത്ഥ ദൈവമാരാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ ആ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗല് സ്വർഗീയമായ, പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ശബ്ദം അവൻ കേൾക്കുകയാണ്. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം ദൈവത്തെ ഉപദ്രവിക്കുന്നവരാണോ? ദൈവവേലയെ എതിർക്കുന്നവരാണോ? ദൈവമക്കളോട് എതിർക്കുന്നവരാണോ? പരിശുദ്ധാത്മാവിൻ്റെ വേലകളെ നാം ചോദ്യം ചെയ്യുന്നവരാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ എതിർക്കുവാൻ മനുഷ്യന് നേരിട്ട് കഴിയുകയില്ല. എന്നാൽ ഇതുപോലുള്ള ചിന്തകൾ കൊണ്ടും ഇതുപോലുള്ള ആലോചനകൾ കൊണ്ടും ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കൊണ്ടുമെല്ലാണ് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് ശൗല് നിലത്ത് വീണു. വായിക്കാൻ താവട്ടെ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, മകനെ, നീ പോയതുപോലെ ഇനി അങ്ങ് പോകാനല്ല, നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക. ഇനി നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇനി നിന്റെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, ഇനി നിന്റെ യാത്ര എങ്ങനെയാണെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കാമെന്ന്. വായിക്കാം. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു, കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കണ്ണുകാഴ്ചയുള്ളവനായി അവൻ ദമസ്കോസിൻ്റെ പടിവാതിക്കലേക്ക് ചെന്നുവെങ്കിൽ ആ സ്വർഗീയ പ്രകാശവും ദൈവത്തിൻ്റെ ശബ്ദവും കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് കാണാൻ കഴിയുന്നില്ല, അവനൊന്നും കാണാൻ കഴിയുന്നില്ല. അവനൊരു കുരുടനായി തീർന്ന അനുഭവം. ദൈവമക്കളെ, എത്ര ദയനീയമാണ് അവസ്ഥ. നാം ചിന്തിച്ചു നോക്കി. അധികാരമുണ്ടായിരുന്നവൻ, അധികാരപത്രമുണ്ടായിരുന്നവൻ, നല്ല ആരോഗ്യമുണ്ടായിരുന്നവൻ, 250 മൈൽ യാത്ര ചെയ്ത് തീഷ്ണതയോടെ വന്ന ചെറുപ്പക്കാരൻ ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ അവന് കണ്ണ് കണ്ടുകൂടാ. അവനെ മറ്റുള്ളവർ കൈക്ക് പിടിച്ച് നടത്തേണ്ട അനുഭവം. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ദൈവം ശൗലിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഒരു കാര്യം പഠിപ്പിച്ചു. എന്ത്? മകനെ, അധികാരപത്രത്തിന് ഇത്രയേ വിലയുള്ളൂ, നിന്റെ ആരോഗ്യത്തിന് ഇത്രയേ വിലയുള്ളൂ, നിന്റെ സമ്പാദ്യത്തിന് ഇത്രയേ വിലയുള്ളൂ, നിന്റെ വിദ്യാഭ്യാസത്തിന് ഇത്രയേ വിലയുള്ളൂ, നിന്റെ പാരമ്പര്യത്തിന് ഇത്രയേ വിലയുള്ളൂ, നിനക്കറിയാവുന്ന ആ ന്യായപ്രമാണത്തിലെ ആ കൽപ്പനകൾക്കെല്ലാം ഇത്രയേ വിലയുള്ളൂ. മകനെ, നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, ദൈവശബ്ദം കേട്ടപ്പോൾ ശൗലിന് മനസ്സിലായി, എൻ്റേതെല്ലാം പൂജ്യമാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നാളുകളായി തിരുവചനം കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടോ? ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എന്നെ ഈ കാലമത്രയും കൊണ്ടുവന്നത്. മകനെ, നിന്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണെന്ന്, നിനക്ക് ഈ ലോകത്തുള്ള സൗഭാഗ്യങ്ങളെല്ലാം ദൈവം തന്നതാണെന്ന്, നീ ഇന്നൊരു ഭാര്യയോടുകൂടെ ജീവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന്. മകനെ, നിനക്കിന്ന് സൽസ്വഭാവമുള്ള മക്കളുണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ വിദ്യാഭ്യാസവും ലോകത്തിലെ ഉന്നമനങ്ങളും പാരമ്പര്യങ്ങളും പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ട് നാം കടന്നു പോകുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം ഇതിലെ നീ ഒന്ന് താഴുമപ്പോൾ എപ്പോൾ ഇത്
ഇതെല്ലാം വിട്ട് ഞാൻ കടന്നു പോകേണ്ടവനാണെന്നുള്ള ആ ഒരു ചിന്ത നമ്മെ ഭരിച്ചാൽ, ദൈവമക്കളെ, ശൗലിൻ്റെ അഹങ്കാരത്തിൻ്റെ മേല് ദൈവത്തിൻ്റെ കരം വെച്ചു. ശൗലിന് മനസ്സിലായി എൻ്റേത് കൊണ്ടൊന്നും സാധ്യമല്ല, കാരണം മറ്റൊരാൾ അവനെ കൈക്ക് പിടിച്ച് നടത്തേണ്ടി വന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. താഴോട്ട് വായിക്കാൻ, അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. ഇവിടെ കർത്താവിനെ അറിയുന്നവര്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവര്, കർത്താവിൻ്റെ ശബ്ദം കേട്ട് പരിചയമുള്ളവര് ദമസ്കോസിലുണ്ടായിരുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ, അവൻ ദൈവശബ്ദം കേൾക്കുകയാണ്, കർത്താവ് അവനോട് സംസാരിക്കുകയാണ്. വായിച്ചോ. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടില് തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അനന്യാസിനോട് കർത്താവ് ദർശനത്തിൽ പറയുകയാണ്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് ഈ തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വായിക്കാം. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേലെ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം അനന്യാസ് കേൾക്കുമ്പോൾ തന്നെ ഇതാ കുരുടനായിരിക്കുന്ന, കണ്ണു കാണാൻ കഴിയാതിരിക്കുന്ന ശൗലിന് ഒരു അരുളപ്പാട് അല്ലെങ്കിൽ ഒരു ദർശനം കിട്ടിയെന്ന് നമുക്ക് വായിക്കാം. കാരണം അനന്യാസ് എന്നൊരു പുരുഷൻ വന്ന് കണ്ണു കാഴ്ച കിട്ടേണ്ടതിന് നിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു എന്ന്. ദൈവമക്കളെ, ഈ അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, നീ ശൗലിൻ്റെ അടുക്കൽ ചെന്ന് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അനന്യാസ് പറഞ്ഞത് എന്താണ്? അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അനന്യാസ് പറയാണ്, കർത്താവേ, അവൻ യെരൂശലേമില് നിന്റെ മക്കൾക്ക്, ദൈവമക്കൾക്ക് എന്തെല്ലാം ദോഷം ചെയ്തു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അവനാണ് സ്തെഫാനോസിനെ കൊല്ലാൻ അധികാരപത്രം ഉണ്ടായിരുന്നവൻ, വസ്ത്രം കാത്തവൻ, അത് സമ്മതമായിരുന്നവൻ. അവനൊരു ക്രൂരനാണ്, അവനൊരു കഠിന മനുഷ്യനാണ്. കർത്താവിനോട് പറയുകയാണ് അനന്യാസ്, ഒഴിവൊഴിവുകൾ. ദൈവമക്കളെ, അനന്യാസ് പല ഒഴിവൊഴിവുകളും പറയുകയാണ്. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, വായിക്കേ, ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവനെൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് അനന്യാസിനോട് പറഞ്ഞു, അനന്യാസേ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്, എന്നാൽ അതെല്ലാം പഴയതാണ്, അതെല്ലാം കഴിഞ്ഞു പോയതാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം അനന്യാസിനോട് പറഞ്ഞു, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നുവെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ അറിയാതെ ജീവിച്ച, ദൈവമക്കൾക്കെതിരായി ജീവിച്ച, നിൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവമക്കൾക്കെതിരായി അധികാരപത്രമുണ്ടായിരുന്ന ശൗലിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്, അവൻ എൻ്റെ നാമം ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് പറയും, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചവനായൊരു ദൈവമുണ്ടെന്ന്. ദൈവമക്കളെ, എന്നാൽ എത്രയോ കൊല്ലം അപ്പോസ്തലൻ ക്രിസ്തുവിനെ അറിയാതെ, യഥാർത്ഥ ഭക്തി എന്തെന്നറിയാതെ, രക്ഷയുടെ മാർഗം എന്തെന്നറിയാതെ ജീവിച്ചു പോയ കാലങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ അനന്യാസിനോട് പറഞ്ഞു, അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്ന്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം പറയും, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പിൽക്കാലത്ത് അപ്പോസ്തലൻ ഞാൻ നല്ലവനായിരുന്നു എന്നല്ല പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം,
തീമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരേക്കാൾ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ലും 2 കൊരിന്ത്യർ 11-ന്റെ 5-ലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരേക്കാൾ ഒട്ടും കുറവുള്ളവനല്ല എന്ന്. എന്നാൽ ദൈവമക്കളെ, ഒടുവിലാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ വളർന്നു വരുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, വായിച്ചേക്കാം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്നാൽ അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു എന്ന്, എനിക്ക് കൃപ ലഭിച്ചു എന്ന്. യേശുക്രിസ്തുവിൻ്റെ കൃപ ലഭിച്ചത് കൊണ്ടാണ് ഞാൻ അവൻ്റെ വേല ചെയ്യുന്നതെന്ന്. യേശുക്രിസ്തുവിനെ വിശ്വസ്തനെ എണ്ണിയത് കൊണ്ട് അവൻ്റെ വചനം എന്നെ പരമേൽപ്പിച്ചിരിക്കുകയാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എന്നാൽ അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു എന്ന്. ദൈവമക്കളെ, അറിയാതെ ചെയ്തു പോയ, അവിശ്വാസത്തിൽ ജീവിച്ചു പോയ, അറിയായ്മയുടെ കാലങ്ങളിലെല്ലാം മായിച്ചു കളഞ്ഞ മകനെ, കരുണയുടെ കരം, കൃപയുടെ കരം, തിരുരക്തം നിന്റെ മേൽ പകരുന്ന യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട് സഹോദര. നിന്റെ ഇന്നലകളെല്ലാം മായിച്ചു കളയാൻ എൻ്റെ യേശുവിൻ്റെ രക്തമുണ്ട് സഹോദരി. നീ എത്ര പാപത്തിലായിരുന്നുവെങ്കിലും, നീ എത്ര അശുദ്ധിയിലായിരുന്നുവെങ്കിലും, നീ എത്ര കാലം ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചുവെങ്കിലും, മകളെ, നിന്നെ കഴുകാൻ, നിന്നെ ശുദ്ധീകരിപ്പാൻ, നിന്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ചു തരുവാൻ, നീ ചെയ്തു പോയ പാപങ്ങളെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയാൻ അധികാരമുള്ളവൻ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ആരും നിരാശപ്പെട്ടു പോകണ്ട. പാപം ചെയ്തു പോയല്ലോ, നിഷ്ഠൂരനായി ജീവിച്ചല്ലോ, ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തല്ലോ, പുറത്ത് പറയാൻ കഴിയാത്ത പലതും ജീവിതത്തിൽ വന്നുപോയല്ലോ, മനുഷ്യന് മുമ്പിൽ പറയാൻ കഴിയാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര കഠോരമായ പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയെങ്കിലും സഹോദര, അതെല്ലാം ക്ഷമിക്കുന്നതാണ് കാൽവറിയിലെ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അതെല്ലാം മായിച്ചു കളയുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. മകളെ, ഇനിയും നിനക്കൊരു ശോഭനമായ ഭാവിയുണ്ട്. യേശു നിന്നെ വിളിക്കുകയാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനെ വിളിച്ച ആ കാൽവറിയിലെ സ്നേഹം, പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും പിന്നെയും പിന്നെയും വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ? നിന്റെ ഭാവി എനിക്ക് തരാമോ? നിന്റെ നിരാശ മൂടിയ ജീവിതം എനിക്ക് തരാമോ? നിന്റെ രോഗം കാർന്നു നിന്ന ജീവിതം എനിക്ക് തരാമോ? ആരോരും തുണയില്ലാത്ത നിന്റെ ഈ നിരാശ പറ്റിയ ജീവിതം എനിക്ക് തരാമോ? ദൈവമക്കളെ, യേശു വിളിക്കുകയാണ്. അവൻ എല്ലാം ഏറ്റെടുക്കും. ഏത് പാപത്തെയും ഏറ്റെടുക്കും, ഏത് പാപിയെയും ഏറ്റെടുക്കും, ഏത് രോഗിയെയും ഏറ്റെടുക്കും, എത്ര മദ്യപാനത്തിൽ ആണ്ടുപോയവനെ ഏറ്റെടുക്കും, കുടുംബം തകർത്ത് കളഞ്ഞവനെ ഏറ്റെടുക്കും. മകനെ, കൊല്ലവയ്പും കൊലപാതകവും എല്ലാം നടന്നവനാണെങ്കിലും അവരെയും സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിന്റെ മേല് വെട്ടി പിന്നിയ ആ കാൽവറിയിലെ സ്നേഹം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മേലൊഴുകി വരികയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന് ചോദിച്ച ആ കാൽവറിയിലെ സ്നേഹം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലൻ പിന്നെയും പറയും, തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലൻ പിന്നെയും പറയുകയാണ്, പാപികളിൽ ഞാൻ ഒന്നാമനാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കാലങ്ങൾ കഴിയും തോറും, നാളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴും, നമ്മുടെ ആയുസ് തീർന്നു പോകുമ്പോഴും, ദൈവമക്കളെ, ഞാൻ ചിലപ്പോഴൊക്കെ തിരിക്കാറുണ്ട്, നാം അറിയാതെ തന്നെ നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ തീരുകയാണ്. നാം അറിയാതെ തന്നെ നാം നിത്യതയോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നിത്യത രണ്ടുണ്ട്. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ രാജ്യം, മറ്റ് പാതാളം അല്ലെങ്കിൽ പിശാചിനോവിൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. ദൈവമക്കളെ, നാം ഇവിടെ
എത്തും. നാം എവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ ഇന്ന് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ, പാപം വിട്ടൊരു ജീവിതം തുടങ്ങിയിട്ടില്ല എങ്കിൽ, യേശുക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊരു വാക്ക് യേശുവിനോട് പറയാം. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനാൽ നാഥാ ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.